എല്ലാവരുടെ ലൈഫിലും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടെന്നുള്ളത് കറക്റ്റാണ്. നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ലൈഫിലൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നാ നിങ്ങൾ കേട്ടോ. എൻ്റെ ഒരു ലൈഫിലൊരു ചെറിയൊരു സ്റ്റോറി പറഞ്ഞിട്ട് എന്താണ് ഈ ടേണിംഗ് പോയിന്റ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ടേണിംഗ് പോയിന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം പറയാം. ഞാൻ +2 കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് ഡിഗ്രിക്കല്ല ബി ഫാമിന് പോയതാണ്. ബി ഫാമിന് പോയി എനിക്ക് 1 വീക്ക് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഇഷ്ടപ്പെടാതെ ഒരു പക്ഷേ ഞാൻ അവിടെ നിന്ന് നിർത്തി വന്നു. എനിക്ക് വലിയൊരു എമൗണ്ട് തന്നെ നഷ്ടം വന്നിട്ടുണ്ട്. അതായത് ഞാൻ നിങ്ങളോടൊക്കെ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മൻ്റെ വള വിറ്റിട്ടാണെന്നൊക്കെ എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടതായിരിക്കും, അത് ഞാൻ വീണ്ടും ആവർത്തിക്കണില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ട് ഞാനത് നിർത്തി വന്നപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് നീ ഇപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും സങ്കടപ്പെടേണ്ട, വിഷമിക്കേണ്ട, നിൻ്റെ ഒരു വർഷം പോകണതിനെ പറ്റി നീ ടെൻഷൻ അടിക്കേണ്ട, അങ്ങനെ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഇതായിരിക്കും നിൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. നീ ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നുണ്ടോ അതായിരിക്കാം നീയായി തീരുന്നതെന്ന് ഒരു ഒറ്റ കാര്യം പറഞ്ഞു. നീ പോയതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ട് ഇനി ഒരു കാര്യമില്ല, നിനക്ക് അത് നേടിയെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആ ഒന്നും കഴിയില്ല. പക്ഷേ അവിടെ നിന്ന് ചിന്തിച്ച് തുടങ്ങിയിട്ട് ഇതാണ് നിൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന് നീ ചിന്തിച്ചിട്ട് നിനക്ക് ഇനി എന്താണോ നീ ചൂസ് ചെയ്യുന്നത് അതിലൂടെ ഒരു പക്ഷേ സഹദിനെ ലോകം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെറുതെ എന്ത് ചെയ്തു നമ്മളെ ഭയങ്കര മോട്ടറാക്കി തന്നു. സത്യം അമ്മ ഭയങ്കര മോട്ടറാക്കണ കാര്യത്തിൽ എന്നെക്കാളും അടിപൊളിയാണ്, എന്നെ നല്ല മോട്ടറാക്കി തന്നു. അതായത് ഒന്ന് കയറ്റി വെച്ചു, പൊക്കി വെച്ചു, നീ അടിപൊളിയാണ്, മാസാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് അത് തന്നെയായിരുന്നു. ഞാൻ ഡിഗ്രി നേരെ BSc മാത്സ് എടുക്കുകയാണ്. BSc മാത്സ് എടുത്തിട്ട് B.Ed മാത്സ് എടുക്കുകയാണ്, MA ഹിസ്റ്ററി എടുക്കുകയാണ്. നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ പറയുന്ന ഞാൻ ചിന്തിക്കുന്നത് ആരാണ് ഏറ്റവും ബെസ്റ്റ് ടീച്ചർ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ഞാനാണ് ബെസ്റ്റ് ടീച്ചർ എന്നാണ്. കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിട്ടുണ്ട് ദ ബെസ്റ്റ് ഫുട്ബോളർ ഓഫ് ദി വേൾഡ് എന്ന് വെച്ചപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞ് ഞാൻ തന്നെയാണെന്ന്. ഐ ആം ദി ബെസ്റ്റ് ഫുട്ബോളർ ഓഫ് ദി വേൾഡ് എന്നാണ് പറയുന്നത്. കാരണം മൂപ്പര് പറഞ്ഞ് നമ്മളെപ്പോഴും ബെസ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ബെസ്റ്റിൽ നിന്ന് താഴേക്ക് പോകാൻ ഒരിക്കലും നമ്മൾ ശ്രമിക്കില്ല, വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാവില്ല എന്ന് പറയാം. മൂപ്പർക്കറിയാം മൂപ്പരെക്കാൾ അടിപൊളി ഫുട്ബോളർ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നത് ഞാൻ തന്നെയാണ് ബെസ്റ്റ് ഫുട്ബോളർ എന്നാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. അതായത് എന്താണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു ടേണിംഗ് പോയിന്റ് എന്താണ്? ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. ഈ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ എങ്ങനെയാണ് സാറേ ഞങ്ങൾക്ക് ഇങ്ങനെ അടിപൊളിയാവാൻ പറ്റുക? അതായത് മക്കളുടെ നിങ്ങളുടെ ഏറ്റവും നല്ല മാർക്ക് തന്നെയാണ് നിങ്ങളെ ടേണിംഗ് പോയിന്റിലേക്ക് എത്തുന്നത്. അതായത് നിങ്ങളെ ഏറ്റവും നല്ല മാർക്കിലേക്ക് എത്തിക്കാനുള്ള ഒരു ബാച്ച് തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന ഈ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ സാറേ ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞ് വളരെ കുറഞ്ഞ ദിവസമുള്ളൂ, ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റർ പഠിപ്പിച്ച് കഴിയൂലല്ലോ, ഞങ്ങൾക്ക് ഇനി കുറച്ച് ചാപ്റ്ററല്ലേ എടുത്തു തരുള്ളൂ. അല്ല, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചാപ്റ്റർ എടുത്തു തരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെങ്ങനെ, പിന്നെ ഇത് ജൂണിൽ തുടങ്ങിയ തന്നെ ഇപ്പോൾ ചാപ്റ്റർ തീരുന്നില്ല. ഞങ്ങൾക്കൊക്കെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങളെ തീർക്കുന്നത്. മക്കളെ, അതായത് നമ്മളൊരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ ആദ്യം പറയുന്ന കാര്യം ഈ ഒരു ഇൻട്രൊഡക്ഷൻ. എപ്പോഴും ഉണ്ടാവുന്ന സംഭവമാണ് ഇൻട്രൊഡക്ഷൻ. ആ ഇൻട്രൊഡക്ഷനൊക്കെ നിങ്ങൾക്ക് വളരെ കുറച്ച് തന്നിട്ട്, ഇൻട്രൊഡക്ഷൻ ഉണ്ടാവില്ല എന്നല്ല, ഇൻട്രൊഡക്ഷനൊക്കെ വളരെ കുറച്ചിട്ട് നമ്മൾ എവിടെയൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഗാന്ധിജിനെ പറ്റി പഠിപ്പിക്കുകയാണെങ്കിൽ ആ ഗാന്ധിജി ജനിച്ച മുതൽ ഞാൻ അങ്ങനെ ഓരോ കഥകൾ പറഞ്ഞു, അതായത് സ്റ്റാർട്ടിങ് മുതലാണെങ്കിൽ. പക്ഷേ എക്സാമിനെ തൊട്ട് തലേന്ന് ഞാൻ ഗാന്ധിജി ജനിച്ച മുതൽ ആ ഇപ്പോൾ കാര്യം പറയില്ല. ഗാന്ധിജിൻ്റെ എന്താണ് ഏറ്റവും ടോപ്പ് പോയിന്റ് ആയിട്ടുള്ളത് അത് മാത്രം നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെ ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും ടോപ്പായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. വേറെ എന്തൊക്കെ ഉണ്ടായിരിക്കും? ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ ടോപ്പിക് 1 ടോപ്പിക് 2 എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് എന്തായിരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ചില സബ്ജക്റ്റിൽ സമ്മറി തരും. ഇപ്പോൾ ഹിസ്റ്ററിയിലൊന്നും ആ സമ്മറിൻ്റെ ഒരു ആവശ്യമില്ല, പക്ഷേ ചില സബ്ജക്റ്റിൽ എന്തായിരിക്കും നിങ്ങൾക്ക് സമ്മറി തരും. ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ബോർഡ് ബാച്ചിന്, അതായത് ജൂൺ മാസത്തിൽ തുടങ്ങിയ ബാച്ചിന് കൊടുത്ത പോലെ തന്നെ ഞങ്ങൾക്ക് അഡാപ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും അവരെ പോലെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? അഡാപ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്താണ് ഈ അഡാപ്റ്റ് എന്ന് വെച്ചാൽ ഓരോ ടോപ്പിക്കുകൾ കഴിയുമ്പോഴും നമ്മൾ ആ ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടോയെന്ന് നമുക്ക് ഉറപ്പുവരുത്തണ്ടേ? നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അഡാപ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് സെറ്റാക്കി തന്നെ. അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് MCQ ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അഡാപ്റ്റ്. അത് ഓരോ ടോപ്പിക്കിനും അഡാപ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മാത്രമല്ല A+, ഇവിടെ ഞാൻ A+ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഫുൾ മാർക്കിലേക്ക് എത്തിക്കാനുള്ള രൂപത്തിലാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്തത്. ഫുൾ മാർക്കിലേക്ക് എത്തിക്കാനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഫുൾ മാർക്ക് രീതിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതായത് ഇപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറിയതിൻ്റെ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ആവശ്യമുള്ളൊരു സംഭവമാണ് PYQ. അപ്പോൾ സാറേ PYQ ഞങ്ങൾക്ക് ഗൂഗിളിൽ
ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ PYQ കിട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങളുടെ ബാച്ച് നോക്കി? PYQയുടെ ആൻസേഴ്സ് ആണ് നമ്മൾ തരുന്നത്. അതായത് ക്വസ്റ്റ്യനും ആൻസറുകൾ നിങ്ങൾക്ക് വിശദീകരിച്ചിട്ട് പറഞ്ഞു തരുന്ന PYQ ഉണ്ടായിരിക്കും. കഴിഞ്ഞില്ല, ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റ് മസ്റ്റാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ 10A+ ഒക്കെ വാങ്ങാൻ കാരണം എന്തായിരുന്നു? സ്കൂൾ എക്സാമോട് എക്സാം. എന്നാൽ +1 +2 എത്തിയപ്പോൾ അതങ്ങോട്ട് മാറി. ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ ഡിഗ്രിക്കൊക്കെ എത്തുമ്പോൾ പിന്നെ പറയണ്ട, ആരും അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും ഉണ്ടാവില്ല, സ്വാഭാവികം. അപ്പോൾ ഇതേപോലെ 10ാം ക്ലാസ്സിനും 9ാം ക്ലാസ്സിനും 8ാം ക്ലാസ്സിനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള യൂണിറ്റ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഇത് ഓൾറെഡി സെറ്റാക്കി കഴിഞ്ഞു. അതേപോലെ തന്നെയാണ് നമ്മൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതായത് നിങ്ങളെ ഭയങ്കര കർക്കശമായിട്ട് എഴുതുന്നല്ല, പക്ഷെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ യൂണിറ്റ് ടെസ്റ്റുകൾ നിങ്ങൾക്ക് എന്തായിരിക്കും കൃത്യമായിട്ട് തരുന്നുണ്ടാവും. ഇത് തന്നെയാണ് നമ്മുടേത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ തരുന്നത് വെച്ചാൽ, സിലബസ് നമ്മളൊരു ഡിസംബർ അവസാനമാകുമ്പോഴേക്കും നിങ്ങൾക്ക് നമ്മുടെ ഈ സിലബസ് മുഴുവൻ കവർ ചെയ്യും. അത് പ്രോമിസാണ്. എന്ത് തന്നെ വന്നാലും, പിന്നെ അത്രക്കും വേറെ എന്തെങ്കിലും ദുരന്തങ്ങൾ വരാതിരിക്കട്ടെ, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ സിലബസ് മുഴുവൻ നമ്മൾ കവർ ചെയ്ത് തരും. പിന്നെ അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് സബ്ജക്ട് വൈസ് ക്ലബ്ബുകൾ, അത് നമ്മൾ എന്തായിരിക്കും നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ക്ലബിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് എക്കണോമിക്സ്, അക്കൗണ്ടൻസി പോലെയുള്ള സബ്ജക്റ്റുകൾക്ക് ക്ലബ്ബുകളൊക്കെ തരാൻ നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന അഡാപ്റ്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ റിവൈസ്ഡ് എക്സാം പാറ്റേൺ. ഇതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മുടെ ഏറ്റവും എന്താ പറയുക ഒരു പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അതായത് എക്സാം പാറ്റേൺ മാറി, നമ്മൾ പഴയത് തന്നെയല്ല നിങ്ങൾക്ക് തന്നെ, പാറ്റേൺ മാറിയതിനനുസരിച്ചുള്ള ആ രീതിയിലുള്ള റിവിഷനാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും. അതും സൂം ലൈവുകളിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മളുടെ നമ്പറൊക്കെ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് നമ്മളോട് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. പിന്നെ ഉറങ്ങുന്ന ഒരു സമയമൊക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾ ഉറങ്ങാം, ഞങ്ങൾ ഉറങ്ങായിരിക്കും. പിന്നെ പഠിച്ചു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പേഴ്സണൽ മെൻറ്റർഷിപ്പ്, ഇത് മറ്റൊരു ഹൈലൈറ്റാണ്. ഇത് നമ്മുടെ പ്രത്യേകമായിട്ടുള്ള മറ്റൊരു ഹൈലൈറ്റാണ്. കാരണം മെൻറ്റർഷിപ്പ്, നിങ്ങളിങ്ങനെ ഒരു ഇതിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്യൂ. എന്തപ്പം ചെയ്യുക, എനിക്ക് പഠിക്കാൻ മൂടില്ലല്ലോ, എനിക്ക് എൻ്റെ അഫെയർ പൊട്ടിപ്പോയി. സ്വാഭാവികം. +2 +1 ഒക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതിലൊക്കെ ഒരു നേർവഴി കാണിച്ചിട്ട്, പോട്ടടാ, ഞങ്ങളുടെ ലൈഫിലൊക്കെ എങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളൊക്കെ ഇങ്ങനെ ഉയർത്തെഴുന്നിട്ട് വന്ന ആൾക്കാരാണ്, അങ്ങനെ ഒരു മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് എക്സാം, ഇതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ് ഉണ്ടായിരിക്കും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് മാത്രമല്ല, സൂം ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ AI ഡൗട്ട് ക്ലിയറൻസ്, ഇതും മറ്റൊരു ഹൈലൈറ്റാണ്. AI രീതിയിലാണ് ഡൗട്ട് ക്ലിയറൻസിൽ. പിന്നെ ചാപ്റ്റർ വൈസ് ഷോർട്ട് നോട്ട്സുകൾ, അതായത് ബിറ്റ് വെക്കാൻ, കോപ്പി അടിക്കരുത് മക്കളെ, ബിറ്റ് വെക്കരുത്. അതായത് നിങ്ങൾക്ക് ചെറിയ ചെറിയ നോട്ട്സുകളൊക്കെ ഉണ്ടായിരിക്കും. ഇത് തന്നെയാണ് നിങ്ങളുടെ, ഞാൻ പറയുന്നത് ഇവിടെ A+ ലെവലിലാണെന്ന് ആയിക്കോട്ടെ, ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ഫുൾ മാർക്കാണ് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത്. ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ തരുന്നത്. അതായത് ഇതിനപ്പുറം ഇനിയൊന്നും ആവശ്യമില്ല. ഇതന്നെ ധാരാളം തന്നെ പറയാം. നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒറ്റ ആഗ്രഹം ഉണ്ടായാൽ മതി. ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് പഠിക്കാൻ കഴിവുള്ളവരാണോ, ഫുള്ള് പഠിച്ചവരാണോ, ഓണം എക്സാം വരെയെങ്കിലും പഠിച്ചവരാണോ, ദിവസേന 3 മണിക്കൂർ പഠിച്ചവരാണോ, ഒന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്ന കാര്യം ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ പഠിക്കാൻ ഓക്കെയാണ്. നിങ്ങൾക്ക് മനസ്സുണ്ടോ +2 കഴിഞ്ഞാൽ ഏറ്റവും നല്ല കോളേജിൽ ഞങ്ങൾ വിചാരിച്ച കോഴ്സിന് സീറ്റ് കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്തോ. ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും അടിപൊളി അവസരം തന്നെയാണ് ഞാൻ പറയുന്നത്. ധൈര്യമായിട്ട് മക്കളെ നിങ്ങൾ കൂടിക്കോ. അങ്ങനെ തന്നെ ഞാൻ പറയും. ഇതൊക്കെ കണ്ടില്ലേ, നമ്മുടെ ഏറ്റവും സെപ്റ്റംബർ 8 വരെ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഓണം സ്പെഷ്യൽ ഓഫറാണ്. നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വെറും 3799 നിങ്ങൾക്കുള്ള ബാച്ചിൻ്റെ ഒരു എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫീസ് എന്ന് പറഞ്ഞാൽ വെറും, അതായത് നിങ്ങളുടെ ടേണിംഗ് പോയിന്റിനും നിങ്ങൾ ഈടാക്കുന്ന പൈസ 3799. പിന്നീട് ഖേദിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല മക്കളെ. താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, അതായത് കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. അതിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കോൾ ചെയ്താൽ മതി. നമ്മൾ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും മക്കളെ, ഈ ടേണിംഗ് പോയിന്റ് ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത്. ഇത് നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണെന്ന് വിചാരിക്കാം. ബെസ്റ്റ് ഓഫ് ലക്ക്.